ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM. സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ അനുകുമാർ തൊടുപുഴ, കവിത മനോഹർ എന്നിവർ അവതരിപ്പിച്ച കവിതകൾ കേൾക്കാം. ആദ്യം അനുകുമാർ തൊടുപുഴ അവതരിപ്പിച്ച കവിതകൾ. അദ്ദേഹത്തിൻ്റെ ആദ്യ കവിത ലാസ്റ്റ് സീൻ. കവിത ലാസ്റ്റ് സീൻ. തണുക്കും വിറയ്ക്കും കണ്ണിലൊരു കോണിൽ പിളകെട്ടും, അപ്പോഴുറങ്ങാതുണർന്നലഞ്ഞ കണ്ണുകൾ തിരയും ശോകമായി നിന്റെ അവസാന നേരത്തെ നോട്ടം. തണുക്കും വിറയ്ക്കും കണ്ണിലൊരു കോണിൽ പിളകെട്ടും, അപ്പോഴുറങ്ങാതുണർന്നലഞ്ഞ കണ്ണുകൾ തിരയും ശോകമായി നിന്റെ അവസാന നേരത്തെ നോട്ടം. ഞാനായ പൂനി ചൂടാതെ പോകിൽ, പൂമേലയായി ഞാൻ കാണാതെ പോകും. ഞാനായ പൂനി ചൂടാതെ പോകിൽ, പൂമേലയായി ഞാൻ കാണാതെ പോകും. നിശയോട് കൂട്ടുകൂടി പിറന്ന കിനാക്കളപ്പോൾ ഇരുട്ടുതപ്പും, കറുത്ത ദൈവത്തെ സേവിക്കാനപ്പോൾ ഇരുണ്ട കരളിൽ മദ്യം തളിക്കും. ഞാനപ്പോഴും നിന്റെ അവസാന നോട്ടം തിരയും. തുപ്പൽ ചീളുകൾക്കിടയിലൂടെ കരച്ചില്ലുറക്കച്ചിരിക്കും, വെറും വാക്കുകൊണ്ടു പോറിച്ച ഓർമ്മകൾ നീറിപ്പുകയാൻ തുടങ്ങും. തുപ്പൽ ചീളുകൾക്കിടയിലൂടെ കരച്ചില്ലുറക്കച്ചിരിക്കും, വെറും വാക്കുകൊണ്ടു പോറിച്ച ഓർമ്മകൾ നീറിപ്പുകയാൻ തുടങ്ങും. മുറിവുകളിലാരോ തേൻ പുരട്ടും, അവിടെ ഉറുമ്പുകളരിക്കാൻ തുടങ്ങും. മുറിവുകളിലാരോ തേൻ പുരട്ടും, അവിടെ ഉറുമ്പുകളരിക്കാൻ തുടങ്ങും. ഞാനപ്പോഴും നിന്റെ അവസാന നോട്ടം തിരയും. ഒരു ഞൊടിയിടയിൽ മറക്കാൻ കൊതിക്കും, മറമതിലിൽ ഒളിക്കാൻ പഠിക്കും. മറവിയെ പുൽകാൻ തുടങ്ങും, മരണമേ നീയാണു സ്വന്തമെന്നുറയ്ക്കും. ഒരു ഞൊടിയിടയിൽ മറക്കാൻ കൊതിക്കും, മറമതിലിൽ ഒളിക്കാൻ പഠിക്കും. മറവിയെ പുൽകാൻ തുടങ്ങും, മരണമേ നീയാണു സ്വന്തമെന്നുറയ്ക്കും. ഒടുവിലൊരു വേള നിന്റെ അവസാന നോട്ടം നിലയ്ക്കും. കവിതയിൽ ഒളിപ്പിച്ച പ്രണയമേ നീ എവിടെയാണു വീണുപോയത്? കവിതയിൽ ഒളിപ്പിച്ച പ്രണയമേ നീ എവിടെയാണ് വീണുപോയത്? തുടർന്ന് ഇനിയെങ്ങനെ നിന്നെ വരയ്ക്കാതിരിക്കും, ഇനിയെങ്ങനെ നിന്നെ എഴുതാതിരിക്കും. ഇനിയെങ്ങനെ നിന്നെ വരയ്ക്കാതിരിക്കും, ഇനിയെങ്ങനെ നിന്നെ എഴുതാതിരിക്കും. എഴുതിയ വരികൾക്കിടയിലൂടെ നീ തന്നെയല്ലയോ തെളിയുന്നത്? ഇനിയെങ്ങനെ നിന്നെ വരയ്ക്കാതിരിക്കും, ഇനിയെങ്ങനെ നിന്നെ എഴുതാതിരിക്കും. പൂമാനത്തെ പൂത്താരകൾ പോൽ പൂമുഖത്തമ്പിളി ചിരിവിരിയും. പൂമാനത്തെ പൂത്താരകൾ പോൽ പൂമുഖത്തമ്പിളി ചിരിവിരിയും. നീ അന്നു തന്നൊരാ ചുംബനപ്പാടുകൾ മായാതെ നിൽക്കുന്നൻ ചൊടിയിടയിൽ. ഇനിയെങ്ങനെ നിന്നെ വരയ്ക്കാതിരിക്കും, ഇനിയെങ്ങനെ നിന്നെ എഴുതാതിരിക്കും. ഇനിയെങ്ങനെ നിന്നെ വരയ്ക്കാതിരിക്കും, ഇനിയെങ്ങനെ നിന്നെ
എഴുതാതിരിക്കും. കാണാൻ തോന്നുന്ന നേരം തമ്മിൽ കാണില്ലെന്നാകുന്ന നേരം, കാണാൻ തോന്നുന്ന നേരം തമ്മിൽ കാണില്ലെന്നാകുന്ന നേരം, പുലരിയും പൂക്കളും ഭൂലോകമാകയും ഒറ്റയ്ക്കിരിക്കുന്ന പോലെ, നിന്നെ എഴുതാൻ തോന്നുന്ന പോലെ. ഇനി എങ്ങനെ നിന്നെ വരയ്ക്കാതിരിക്കും, ഇനി എങ്ങനെ നിന്നെ എഴുതാതിരിക്കും, ഇനി എങ്ങനെ നിന്നെ വരയ്ക്കാതിരിക്കും, ഇനി എങ്ങനെ നിന്നെ എഴുതാതിരിക്കും. അവസാനമായി ചില നിമിഷങ്ങളിൽ. ഒരു വണ്ടി പോലും എത്താത്തൊരാ വഴിയിലന്ന് എത്രയോ വണ്ടികൾ വന്നു പോകും. ഒരു വണ്ടി പോലും എത്താത്തൊരാ വഴിയിലന്ന് എത്രയോ വണ്ടികൾ വന്നു പോകും. മരണം തണുപ്പിച്ച വീടിൻ്റെ ചുറ്റിലും മൗനം, വിതുമ്പൽ, വിഷാദഭാവം. കൂട്ടുകാരെല്ലാരും ഒത്തുചേരും, കൂടപ്പിറപ്പുകൾ വന്നു പോകും. കൂട്ടുകാരെല്ലാരും ഒത്തുചേരും, കൂടപ്പിറപ്പുകൾ വന്നു പോകും. വിടറിയാത്തവർ വന്നു ചേരാൻ മരണപ്പടത്തിലായി ആരോ വരച്ചു വയ്ക്കും. വിടറിയാത്തവർ വന്നു ചേരാൻ മരണപ്പടത്തിലായി ആരോ വരച്ചു വയ്ക്കും. പൊട്ടിയ ജീവിത ചരടിൻ്റെ രണ്ടറ്റം ഒപ്പിച്ചെടുക്കാനുഴലുന്ന വേളയിൽ, പൊട്ടിയ ജീവിത ചരടിൻ്റെ രണ്ടറ്റം ഒപ്പിച്ചെടുക്കാനുഴലുന്ന വേളയിൽ, കണ്ണിൽ വന്നൊരു പുഴ തങ്ങി നിന്നേക്കാം, വാക്കുകൾ മൗനത്തിൽ ഊർന്നു വീഴാം. കണ്ണിൽ വന്നൊരു പുഴ തങ്ങി നിന്നേക്കാം, വാക്കുകൾ മൗനത്തിൽ ഊർന്നു വീഴാം. ആ നിമിഷത്തിൻ തരിക്കഷ്ണത്തിൽ വീണു ചില ചിന്തകൾ നമ്മിൽ ചിതറിയേക്കാം. ആ നിമിഷത്തിൻ തരിക്കഷ്ണത്തിൽ വീണു ചില ചിന്തകൾ നമ്മിൽ ചിതറിയേക്കാം. ചില ചിന്തകൾ നമ്മിൽ ചിതറിയേക്കാം. ആരോഹണത്തിൽ കരഞ്ഞ കാലം, അവരോഹണത്തിൽ ചിരിച്ച കാലം. ആരോഹണത്തിൽ കരഞ്ഞ കാലം, അവരോഹണത്തിൽ ചിരിച്ച കാലം. പിണക്കം മറക്കാൻ കൊടുക്കാനൊരുങ്ങിയ ഉമ്മകൾ വറ്റി വരണ്ട കാലം. പുത്തനുടുപ്പിൻ്റെ ചേലൊത്തു നോക്കുവാൻ ഉണ്ണികൾ അച്ഛനെ കൺപാർത്തിരുന്ന കാലം. പുത്തനുടുപ്പിൻ്റെ ചേലൊത്തു നോക്കുവാൻ ഉണ്ണികൾ അച്ഛനെ കൺപാർത്തിരുന്ന കാലം. മരണം വരും ഒരു പഥികനായി അവൻ്റെ അജ്ഞാത ദ്വീപിലേക്കാനയിക്കാൻ. മരണം വരും ഒരു പഥികനായി അവൻ്റെ അജ്ഞാത ദ്വീപിലേക്കാനയിക്കാൻ, അവൻ്റെ അജ്ഞാത ദ്വീപിലേക്കാനയിക്കാൻ. ഒന്നോർത്തുകൊള്ളുക നീ, ഈ ഭൂമിയിൽ നമ്മളെക്കാളും നിസാരരില്ല. ചാറ്റൽ മഴച്ചീളിനൊപ്പം നടക്കുകിൽ ചീറ്റിത്തുടങ്ങുന്ന കീടജന്മം. കൂടപ്പിറപ്പിറ്റ് ഊറ്റം വളരുകിൽ വാക്കിൻ മുനത്തുമ്പിൽ പ്രാക്കുകെട്ടുന്നവർ. ഒന്നോർത്തുകൊള്ളുക നീ, ഈ ഭൂമിയിൽ നമ്മളെക്കാളും നിസാരരില്ല. ചാറ്റൽ മഴച്ചീളിനൊപ്പം നടക്കുകിൽ ചീറ്റിത്തുടങ്ങുന്ന കീടജന്മം. കൂടപ്പിറപ്പിറ്റ് ഊറ്റം വളരുകിൽ വാക്കിൻ മുനത്തുമ്പിൽ പ്രാക്കുകെട്ടുന്നവർ. എന്തിനു വെട്ടിപ്പിടിക്കണം നമ്മൾ, എന്തിനു കെട്ടിപ്പടുക്കണം നമ്മൾ. എന്തിനു വെട്ടിപ്പിടിക്കണം നമ്മൾ, എന്തിനു കെട്ടിപ്പടുക്കണം നമ്മൾ. കൂട്ടിന് കൂട്ടായി കൂട്ടാരുമില്ലെങ്കിൽ നിവരെ നടക്കുവാൻ ത്രാണിയില്ലാത്തവർ. ഞുളയ്ക്കും പുഴുക്കൾ അരിച്ചും കുറച്ചും പുഴുവായി തീരേണ്ട മാംസപിണ്ഡങ്ങൾ. ഞുളയ്ക്കും പുഴുക്കൾ അരിച്ചും കുറച്ചും
പുഴുവായിത്തീരേണ്ട മാംസപിണ്ഡങ്ങൾ. എന്തിനു വെട്ടിപ്പിടിക്കണം നമ്മൾ, എന്തിനു കെട്ടിപ്പടുക്കണം നമ്മൾ, എന്തിനു വെട്ടിപ്പിടിക്കണം നമ്മൾ, എന്തിനു കെട്ടിപ്പടുക്കണം നമ്മൾ. അനുകുമാർ തൊടുപുഴ അവതരിപ്പിച്ച കവിതകൾ കേട്ടല്ലോ. ഇനി കവിതാ മനോഹർ അവതരിപ്പിച്ച ചില കുട്ടിക്കവിതകൾ കേൾക്കാം. പ്രണയത്തേര്. എനിക്കിപ്പോൾ ജീവനുണ്ട്, ജീവിക്കണമെന്നുമുണ്ട്. നീ വസന്തത്തിൻ്റെ തേര് തെളിക്കുമ്പോൾ ഞാൻ ഋതുക്കളെ ഭയക്കുന്നതെന്തിന്? എനിക്കിപ്പോൾ ജീവനുണ്ട്, ജീവിക്കണമെന്നുമുണ്ട്. നീ വസന്തത്തിൻ്റെ തേര് തെളിക്കുമ്പോൾ ഞാൻ ഋതുക്കളെ ഭയക്കുന്നതെന്തിന്? എൻ്റെ, എനിക്ക്, ഞാൻ. എൻ്റെ, എനിക്ക്, ഞാൻ എന്നീ വാക്കുകൾ നിഘണ്ടുവിലേക്ക് വീണ്ടും എഴുതിച്ചേർത്തപ്പോഴേക്കും വയസ്സ് 60 കടന്നു. അപ്പോഴേക്കും പ്രണയത്താൽ മകൾ ആ വാക്കുകൾ അവളുടെ നിഘണ്ടുവിൽ നിന്ന് വെട്ടിമാറ്റിയിരുന്നു. എൻ്റെ, എനിക്ക്, ഞാൻ എന്നീ വാക്കുകൾ നിഘണ്ടുവിലേക്ക് വീണ്ടും എഴുതിച്ചേർത്തപ്പോഴേക്കും വയസ്സ് 60 കടന്നു. അപ്പോഴേക്കും പ്രണയത്താൽ മകൾ ആ വാക്കുകൾ അവളുടെ നിഘണ്ടുവിൽ നിന്ന് വെട്ടിമാറ്റിയിരുന്നു. അവളുടെ 30 വർഷത്തിനായി കാത്തിരിക്കുകയാണ് ഞാൻ. എൻ്റെ 90കളിൽ അവൾ ആ വാക്കുകൾ വീണ്ടും എഴുതിച്ചേർക്കുന്നത് കണ്ടിട്ട് മരിച്ചു പോകണമെന്നുണ്ട്. അവളുടെ 30 വർഷത്തിനായി കാത്തിരിക്കുകയാണ് ഞാൻ. എൻ്റെ 90കളിൽ അവൾ ആ വാക്കുകൾ വീണ്ടും എഴുതിച്ചേർക്കുന്നത് കണ്ടിട്ട് മരിച്ചു പോകണമെന്നുണ്ട്. ചെമ്പരത്തി. കല്യാണത്തിൻ്റെ അന്ന് തന്നെ മുറ്റത്തുനിന്ന് ചെമ്പരത്തികൾ വേരോടെ പിഴുതുമാറ്റണമെന്നായിരുന്നു നിന്റെ ആവശ്യം. ചട്ടികളിലെ ഓർക്കിഡുകളുടെ കൃത്രിമ ചിരി കണ്ട് കാപ്പി കുടിക്കണമായിരുന്നു നിനക്ക്. പക്ഷേ വേലിക്കലെ പൂത്ത ചെമ്പരത്തികൾ പൊടിച്ച അഭിവാദ്യത്തിലാണ് എൻ്റെ ഓരോ ദിവസവും തുടങ്ങിയതെന്ന് നീ അറിഞ്ഞതേയില്ല. കല്യാണത്തിൻ്റെ അന്ന് തന്നെ മുറ്റത്തുനിന്ന് ചെമ്പരത്തികൾ വേരോടെ പിഴുതുമാറ്റണമെന്നായിരുന്നു നിന്റെ ആവശ്യം. ചട്ടികളിലെ ഓർക്കിഡുകളുടെ കൃത്രിമ ചിരി കണ്ട് കാപ്പി കുടിക്കണമായിരുന്നു നിനക്ക്. പക്ഷേ വേലിക്കലെ പൂത്ത ചെമ്പരത്തികൾ പൊഴിച്ച അഭിവാദ്യത്തിലാണ് എൻ്റെ ഓരോ ദിവസവും തുടങ്ങിയതെന്ന് നീ അറിഞ്ഞതേയില്ല. നമ്മൾ. നീ പ്രണയമെന്നു പറയുന്നു, ഞാൻ ആനന്ദം എന്ന് കേൾക്കുന്നു. നമ്മുടെ കുഞ്ഞ് വിശപ്പ് എന്ന് വിവർത്തനം ചെയ്യുന്നു. നീ പ്രണയമെന്നു പറയുന്നു, ഞാൻ ആനന്ദം എന്ന് കേൾക്കുന്നു. നമ്മുടെ കുഞ്ഞ് വിശപ്പ് എന്ന് വിവർത്തനം ചെയ്യുന്നു. ഒരു ജാതി വീട്. ഗുരുവിനരികിൽ അയ്യങ്കാളിയുടെ എണ്ണച്ചിത്രം. പണ്ഡിറ്റ് കറുപ്പൻ്റെ വലതുവശത്ത് കുമാരനാശാന്റെ കവിത. പൊയ്കയിൽ അപ്പച്ചനും സഹോദരൻ അയ്യപ്പനും ഒരേ തൂണിൻ്റെ ഇരുവശത്തും പുഞ്ചിരിക്കുന്നു. പെണ്ണ് കാണാൻ വന്നവർ ഉമ്മറത്തെ ഭിത്തിയിലേക്ക് നോക്കി നെറ്റിചൊളിച്ചു. ബ്രോക്കറെ നോക്കി പിറുപിറുത്തു. നമ്മുടെ കൂട്ടരാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എല്ലാരും ഉണ്ടല്ലോ. ഒരു ജാതി വീട്. ഗുരുവിനരികിൽ അയ്യങ്കാളിയുടെ എണ്ണച്ചിത്രം. പണ്ഡിറ്റ് കറുപ്പൻ്റെ വലതുവശത്ത് കുമാരനാശാന്റെ കവിത. പൊയ്കയിൽ അപ്പച്ചനും സഹോദരൻ അയ്യപ്പനും ഒരേ തൂണിൻ്റെ ഇരുവശത്തും പുഞ്ചിരിക്കുന്നു. പെണ്ണ് കാണാൻ വന്നവർ ഉമ്മറത്തെ ഭിത്തിയിലേക്ക് നോക്കി നെറ്റിചൊളിച്ചു. ബ്രോക്കറെ നോക്കി പിറുപിറുത്തു. നമ്മുടെ കൂട്ടരാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എല്ലാരും ഉണ്ടല്ലോ. ഒരു ജാതി വീട്. വന്ന കാര്യം മറന്ന് അവർ തിരികെ നടന്നു. നവോത്ഥാനം ഉറപ്പാക്കി. വന്ന കാര്യം മറന്ന് അവർ തിരികെ നടന്നു. നവോത്ഥാനം ഉറപ്പാക്കി. ചോന്ന കറ. രാത്രി തന്നെ ചാറ്റ് ക്ലിയർ ചെയ്യണമെന്ന് നിനക്കായിരുന്നു നിർബന്ധം. സ്നേഹത്തിൻ്റെ കിനാവിനെ വയറ്റിലെ മുഴയെന്ന് വിളിച്ച് തുടച്ചുമാറ്റാനും നിനക്ക് കുറച്ചു സമയമേ വേണ്ടിവന്നുള്ളൂ. രാത്രി തന്നെ ചാറ്റ് ക്ലിയർ ചെയ്യണമെന്ന് നിനക്കായിരുന്നു നിർബന്ധം. സ്നേഹത്തിൻ്റെ കിനാവിനെ വയറ്റിലെ മുഴയെന്ന് വിളിച്ച് തുടച്ചുമാറ്റാനും നിനക്ക് കുറച്ചു സമയമേ വേണ്ടിവന്നുള്ളൂ. സ്വയംഭരണാവകാശം. നീ വിജയങ്ങളെക്കുറിച്ച് വാചാലനായി, ഞാൻ പരാജയങ്ങളെക്കുറിച്ചും. നമ്മുടെ ഹൃദയം സ്വയംഭരണം ആവശ്യപ്പെട്ടു. നീ വിജയങ്ങളെക്കുറിച്ച് വാചാലനായി, ഞാൻ പരാജയങ്ങളെക്കുറിച്ചും. നമ്മുടെ ഹൃദയം സ്വയംഭരണം ആവശ്യപ്പെട്ടു. ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെങ്കൊച്ച്. അവൾക്ക് ജോലി കിട്ടി. വീടെടുത്ത് ഒറ്റയ്ക്ക് താമസം തുടങ്ങി. അന്നുമുതൽ ആകാശത്തിൽ നക്ഷത്രങ്ങൾ മാത്രമല്ലെന്നും ഭൂമിയിൽ മനുഷ്യരെല്ലാം മനുഷ്യരല്ലെന്നും അവൾക്ക് കൂടുതൽ ബോധ്യമായി. അവൾക്ക് ജോലി കിട്ടി. വീടെടുത്ത് ഒറ്റയ്ക്ക് താമസം തുടങ്ങി. അന്നുമുതൽ ആകാശത്തിൽ നക്ഷത്രങ്ങൾ മാത്രമല്ലെന്നും ഭൂമിയിൽ മനുഷ്യരെല്ലാം മനുഷ്യരല്ലെന്നും അവൾക്ക് കൂടുതൽ ബോധ്യമായി. നീയും ഞാനും
നീ ലക്ഷ്യം കണ്ടു. ഫുൾ A+ൽ നീ ഫ്ലെക്സ് ഏറി. മൂലധനത്തിൽ നീ വളർന്നു. ഞാനിപ്പോഴും ഒപ്പമാരുമില്ലാതെ ജീവിതം പിന്നിയ ഉടുപ്പിട്ട് ലോട്ടറിയിൽ ഭാഗ്യം വിൽക്കുന്നു. നീ ലക്ഷ്യം കണ്ടു. ഫുൾ A+ൽ നീ ഫ്ലെക്സ് ഏറി. മൂലധനത്തിൽ നീ വളർന്നു. ഞാനിപ്പോഴും ഒപ്പമാരുമില്ലാതെ ജീവിതം പിന്നിയ ഉടുപ്പിട്ട് ലോട്ടറിയിൽ ഭാഗ്യം വിൽക്കുന്നു. ചരക്ക്. ബെല്ലടിച്ചപ്പോൾ ക്ലാസ്സിലെ ബഹളത്തിനിടയ്ക്ക് ഇങ്ങനെയൊരു പരാമർശം കേട്ടില്ല എന്ന് നടിച്ച് ഇറങ്ങിപ്പോന്നു. പക്ഷേ ചാണകം ചവിട്ടിയ പോലെ എനിക്കെന്നെ നാറി. എന്തുകൊണ്ടാണ് പീഡിപ്പിച്ചവരെക്കാൾ മുഖം മറച്ച് നടക്കേണ്ടത് പീഡിപ്പിക്കപ്പെട്ടവരാകുന്നത്? തെറി വിളിക്കുന്നവരെക്കാൾ സങ്കടവും നാണക്കേടും തെറി കേൾക്കപ്പെട്ടവർക്കുണ്ടാവുന്നത്? സഹതാപത്തിന്റെ ബഹുജന പ്രസ്ഥാനങ്ങൾ ഏറ്റക്കുറച്ചിലില്ലാതെ വളരുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ കീയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് എങ്ങനെ മാർക്കിടുമെന്ന ചിന്തയിൽ ടീച്ചർ ഉടൽ പൊഴിച്ച് കിടക്കയിലേക്ക് വീണു. ബെല്ലടിച്ചപ്പോൾ ക്ലാസ്സിലെ ബഹളത്തിനിടയ്ക്ക് ഇങ്ങനെയൊരു പരാമർശം കേട്ടില്ലെന്ന് നടിച്ച് ഇറങ്ങിപ്പോന്നു. പക്ഷേ ചാണകം ചവിട്ടിയ പോലെ എനിക്കെന്നെ നാറി. എന്തുകൊണ്ടാണ് പീഡിപ്പിച്ചവരെക്കാൾ മുഖം മറച്ച് നടക്കേണ്ടത് പീഡിപ്പിക്കപ്പെട്ടവരാകുന്നത്? തെറി വിളിക്കുന്നവരെക്കാൾ സങ്കടവും നാണക്കേടും തെറി കേൾക്കപ്പെട്ടവർക്കുണ്ടാവുന്നത്? സഹതാപത്തിന്റെ ബഹുജന പ്രസ്ഥാനങ്ങൾ ഏറ്റക്കുറച്ചിലില്ലാതെ വളരുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ കീയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് എങ്ങനെ മാർക്കിടുമെന്ന ചിന്തയിൽ ടീച്ചർ ഉടൽ പൊഴിച്ച് കിടക്കയിലേക്ക് വീണു. പ്രവാഹങ്ങൾ. ലാബ്രഡോർ പ്രവാഹമാണ് നീ. ഗൾഫ് സ്ട്രീമാണ് ഞാൻ. നമുക്കിടയിൽ പക്ഷേ ഒരു ഗ്രാൻഡ് ബാങ്ക്സ് ഉദിക്കുന്നില്ലല്ലോ. ആരാണ് നമ്മുടെ ഒന്നുചേരലിനെ സമാന്തര രേഖയിലാക്കി ഒരേ ധ്രുവത്തിലാക്കിയത്? ലാബ്രഡോർ പ്രവാഹമാണ് നീ. ഗൾഫ് സ്ട്രീമാണ് ഞാൻ. നമുക്കിടയിൽ പക്ഷേ ഒരു ഗ്രാൻഡ് ബാങ്ക്സ് ഉദിക്കുന്നില്ലല്ലോ. ആരാണ് നമ്മുടെ ഒന്നുചേരലിനെ സമാന്തര രേഖയിലാക്കി ഒരേ ധ്രുവത്തിലാക്കിയത്? ദാമ്പത്യം. നമുക്കുള്ളതെല്ലാം എനിക്കുള്ളതല്ല എന്ന് മനസ്സിലാവാൻ 40 വർഷത്തെ ദാമ്പത്യം വേണ്ടിവന്നു. നമുക്കുള്ളതെല്ലാം എനിക്കുള്ളതല്ല എന്ന് മനസ്സിലാവാൻ 40 വർഷത്തെ ദാമ്പത്യം വേണ്ടിവന്നു. മുല്ലപ്പൂ. കാത്തിരിക്കുകയാണ് എന്ന് പറയാത്തതുകൊണ്ട് മാത്രം എത്ര മുല്ലപ്പൂക്കളാണ് വിടരാതെ കൊഴിഞ്ഞത്? അതിർത്തി. താലി കെട്ടി നീ എന്നെ അതിർത്തിക്കപ്പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയി. അച്ഛനും അമ്മയും ഒന്നും മിണ്ടാതെ സന്തോഷത്തോടെ നോക്കി നിന്നു. 1 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് അവിടുത്തെ ഭാഷ മനസ്സിലായില്ല. ആഹാരം വിശപ്പാറ്റിയതുമില്ല. അണ്ടിപ്പരിപ്പ് പൊടിച്ചു ചേർത്ത് എന്നെ എയർ ഫ്രൈ ചെയ്തു പ്രോട്ടീൻ റിച്ച് ഫുഡായി വിളമ്പിക്കൊണ്ടേയിരുന്നു നീ. എനിക്ക് ചക്കപ്പുഴുക്കും ചോറും കവിതയും മിസ് ചെയ്തു. താലി കെട്ടി നീ എന്നെ അതിർത്തിക്കപ്പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയി. അച്ഛനും അമ്മയും ഒന്നും മിണ്ടാതെ സന്തോഷത്തോടെ നോക്കി നിന്നു. 1 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് അവിടുത്തെ ഭാഷ മനസ്സിലായില്ല. ആഹാരം വിശപ്പാറ്റിയതുമില്ല. അണ്ടിപ്പരിപ്പ് പൊടിച്ചു ചേർത്ത് എന്നെ എയർ ഫ്രൈ ചെയ്തു പ്രോട്ടീൻ റിച്ച് ഫുഡായി വിളമ്പിക്കൊണ്ടേയിരുന്നു നീ. എനിക്ക് ചക്കപ്പുഴുക്കും ചോറും കവിതയും മിസ് ചെയ്തു. കവിതാ മനോഹർ, അനുകുമാർ തൊടുപുഴ എന്നിവർ അവതരിപ്പിച്ച കവിതകളാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. സാഹിത്യവേള സമാപിക്കുന്നു.